ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ തലച്ചോറിന്റെ ഉത്തേജനത്തെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആഹ് നമ്മുടെ തലയ്ക്ക് രാവിലെ കുളിക്കുന്നത് ഒരു ശീലമാക്കണം. രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ തലയ്ക്ക് ഒരു ആശ്വാസം കിട്ടും. തല ഒരു പിരിമുറുക്കം മാറാൻ കുളിക്കുന്നത് നല്ലതാണ്. പിന്നെ നല്ല പാട്ട് കേൾക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും നല്ല ആഹാരം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു സന്തോഷം കിട്ടും. അതുപോലെ ഓടാനും എക്സർസൈസും വാമപ്പ് ഇങ്ങനെയുള്ള ഗെയിം സൈക്കിൾ ചവിട്ടുക, ഇതെല്ലാം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചാരായം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് ഒരു വെളിവും കാണില്ല, കണ്ണും കാണാൻ പറ്റില്ല. കാരണം ഈ ചാരായം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ നാഡീഞരമ്പുകളെ തളർത്തിക്കൊണ്ടിരിക്കും. ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചാലേ നമ്മുടെ തലച്ചോറിന് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ലഹരി തലയിൽ പിടിച്ചാൽ നമുക്ക് കണ്ണു കാണാൻ പറ്റില്ല, ഒന്നും കേൾക്കാൻ പറ്റില്ല, നമുക്ക് ബോധമില്ലാതായി. അപ്പോ നമ്മള് ദീർഘമായിട്ട് മൂക്കിലൂടെ യോഗാസനങ്ങൾ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ഓക്സിജൻ കൂടുതൽ മൂക്കിലൂടെ വലിക്കുന്ന തലയ്ക്ക് നല്ലതാണ്. അപ്പൊ മൂക്കിലൂടെ ശ്വാസം കൂടുതൽ എടുത്തിട്ട് ഈ മൂക്കിന്റെ ദ്വാരത്തിലൂടെ പുറത്തു വിടുക. ഇനി ഇവിടെ കൂടെ എടുത്തിട്ട് ഇവിടെ കൂടെ വിടുക. അപ്പൊ കൂടുതൽ ഓക്സിജൻ നമ്മുടെ തലച്ചോറിന് വേണം. അപ്പൊ ഓടുമ്പോഴും ചാടുമ്പോഴും സൈക്കിൾ ഓട്ടുമ്പോഴും ഇങ്ങനെയുള്ള കളികൾ ഏർപ്പെടുമ്പോഴൊക്കെ കൂടുതൽ ശ്വാസം നമ്മൾ മൂക്കിലൂടെ കയറി നമ്മുടെ തലച്ചോറിന് കൂടുതൽ ഉന്മേഷം കിട്ടിക്കൊണ്ടിരിക്കും. കൂടുതൽ ഓക്സിജൻ നമ്മുടെ ബ്രെയിനിന് സ്വീകരിക്കാൻ പറ്റുകയും നമ്മുടെ ഓർമ്മശക്തിയും അങ്ങനെ മനസ്സിന്, അതായത് തലച്ചോറിന് ശാന്തത കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല ഉറക്കവും കിട്ടും. ഈ ബ്ലോക്ക് എല്ലാം മാറ്റുമ്പോൾ ഈ ബ്ലോക്ക് എല്ലാം മാറ്റും. അപ്പൊ യോഗാസനം, അപ്പൊ ആസനങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ശീർഷാസനം, അത് തലതറയിലും കാലും മുകളിലും. അപ്പൊ ഈ യോഗാസനം ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിന് നല്ലതാണ്, കൂടുതൽ ഓക്സിജൻ കിട്ടാൻ സഹായിക്കും. അതുപോലെ നല്ല പാട്ട് കേൾക്കുന്നതും. പക്ഷെ ഹെഡ്ഫോൺ വെച്ച് കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്, നമുക്ക് ചെവിക്ക് പ്രശ്നം വരും. ഹെഡ്ഫോൺ വെച്ച് സൗണ്ട് കൂട്ടി കേട്ടാൽ നമ്മുടെ സ്വാഭാവികമായ ശബ്ദം സ്വീകരിക്കാനുള്ള അവസ്ഥ നമുക്ക് നഷ്ടപ്പെടുന്നു വരും. അതുകൊണ്ട് ഒരിക്കലും ചെവിയിൽ നമ്മൾ വെച്ച് തിരികിയിട്ട് പാട്ട് കേൾക്കുന്നത് നമ്മുടെ ഇന്നർ ചെവിക്കകത്തുള്ള അസ്ഥികൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിപ്പിക്കും. പിന്നെ നല്ല സന്ദേശങ്ങൾ ബ്രെയിനിന് കൊടുക്കുക, നല്ല പാട്ട് കേൾക്കുക, അത് കണ്ടുകൊണ്ട് നല്ല ഭക്ഷണം കാണുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുക. അപ്പോൾ നമുക്ക് സന്തോഷപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പാട്ട് പഠിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, നല്ല പരിപാടികൾ കാണുക. ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള സന്ദേശം നമ്മൾ ബ്രെയിനിൽ കൊടുത്താൽ അത് നെഗറ്റീവായിട്ടുള്ള ഭവിഷ്യത്ത് ഉണ്ടാക്കും. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്യണം. നമ്മുടെ ആ വ്യവസ്ഥ മാറ്റി നല്ല തോട്ട്സ് നമ്മൾ ബ്രെയിനിൽ പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും വെള്ളം അടിച്ചിങ്ങനെ നടക്കും, വൃത്തിയായിട്ട് കാണിച്ചിങ്ങനെ നടക്കും. അപ്പൊ ഈ പ്രോഗ്രാമിംഗ് മാറ്റിയാലേ നമുക്ക് നേരെ വഴിയിൽ സഞ്ചരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചാരായത്തിന്റെയും പല വിഷത്തിന്റെയും പല ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് നമ്മൾ ജീവിതം പാഴായി പോകും. ബ്രെയിൻ ആണ് നമ്മുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറാണ്. അതിന് ഈ ഓർമ്മശക്തി കൂട്ടാനാണ് പ്രാണായാമങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ ശ്വാസം നമുക്ക് എത്ര ഓക്സിജൻ നമുക്ക് മൂക്കിലൂടെ ശുദ്ധമായ വായു ശ്വസിക്കണം. ജനലൊക്കെ തുറന്നിടണം.
അശുദ്ധവായു പുറത്തു പോകണം. അതായത് ശുദ്ധവായു നമ്മൾ മാക്സിമം സ്വീകരിക്കുക. ഒരു കാശും കൊടുക്കണ്ട. ഈ വായു നമ്മൾ സ്വീകരിക്കാൻ ഒരു കാശും ആരും കൊടുക്കേണ്ട കാര്യമില്ല. എത്രത്തോളം നമ്മൾ ഓക്സിജൻ മൂക്കിലൂടെ നമ്മൾ കയറ്റി വിടാമോ അത്രത്തോളം നമ്മുടെ തലച്ചോറിന് പീസായിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. അത് ലഹരിക്കൊന്നും തരാൻ കഴിയില്ല. ചാരായത്തിനോ കൊക്കക്കോളയ്ക്കോ പെപ്സിക്കോ ഒന്നും അത് ചിലപ്പോ അത് താൽക്കാലികമായ സന്തോഷം മാത്രമേ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് കണ്ണ് കണ്ടുകൂടാ അതാവും. നമ്മളെ കൈയും കാലും വിറയ്ക്കും, വെള്ളം അടിക്കും, പിന്നെ ഒരു ഇതും കാണില്ല, ബാലൻസ് തെറ്റി. അപ്പോ ഈ ഈ ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ്, ഈ ഓക്സിജൻ തലയ്ക്ക് ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് തലകറക്കവും അങ്ങനെയുള്ള രോഗികൾ, തലക്കറക്കം ഉള്ളവര് ഈ ശ്വാസോച്ഛ്വാസ പരിശീലനം നടത്തിയാൽ അവർക്ക് ഒരു ആശ്വാസം കിട്ടും. ഒരു മരുന്നിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അവർക്ക് യോഗാസനം മാത്രം മതി ഈ രോഗം മാറ്റാൻ. അപ്പൊ നമ്മുടെ തലയാണ്, നമ്മുടെ ബ്രെയിനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. വിജയം നമ്മുടെ തലയിലാണ്. ഇടത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വലത് കൈ കൊണ്ട് ചെയ്യുക. ഇപ്പൊ ഈ കൈ കൊണ്ട് പല്ല് തേക്കുന്നുണ്ടെങ്കിൽ നാളെ ഈ കൈ കൊണ്ട് പല്ല് തേക്കുക, ഈ കൈ കൊണ്ട് തേക്കുക, ഈ കൈ കൊണ്ട് തേക്കുക, ഈ കൈ കൊണ്ട് ചോറ് കഴിക്കുക, ഈ കൈ കൊണ്ട് ചോറ് കഴിക്കുക, ഈ കൈ കൊണ്ട് എഴുതുക, ഈ കൈ കൊണ്ട് എഴുതുക, ഈ കൈ കൊണ്ട് മുടി ചീവുക, ഈ കൈ കൊണ്ട് മുടി ചീവുക. അപ്പൊ തലച്ചോറിന്റെ രണ്ട് സൈഡും വർക്ക് ചെയ്യണം. ഇടത് സൈഡും വലത് സൈഡും നമ്മൾ പ്രവർത്തിക്കണം, എങ്കിലേ ബാലൻസ് കിട്ടും. ഈ കൈ കൊണ്ട് ചെയ്യുന്നതാണ് ഈ കൈ കൊണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല ഒരു കോർഡിനേഷൻ കിട്ടും. പിന്നെ നല്ല സ്ഥലങ്ങൾ കാണാൻ പോവുക, പൂന്തോട്ടങ്ങളും പുഴയും കടലും നല്ല കാറ്റ് ആസ്വദിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത തലയ്ക്കും ഒരാശ്വാസം കിട്ടും. നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക്, കണ്ണിനും ചെവിക്കും മൂക്കിനും വാക്കും നമ്മുടെ ത്വക്കിനും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വളരെ ഒരു ആശ്വാസവും സന്തോഷവും കിട്ടും, ഒരു സുഖം തോന്നും. ഞാനിപ്പോ വീടിനകത്തിരിക്കാതെ വെളിയിൽ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ഈ വാഴയുടെ മൂട്ടിൽ വന്നിരിക്കേണ്ട കാര്യമില്ല. കാരണം അകത്തിരിക്കുന്നേക്കാളും ശുദ്ധമായ സ്ഥലത്ത് ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. ചുറ്റും ഏലത്തോട്ടമാണ്, ഇവിടെ എല്ലാം ഏലത്തോട്ടമാണ്. ഞാൻ ഈ ഏലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ നടക്കും, കുറെ നേരം നടക്കും. നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കുക, നല്ല കാറ്റും തണലും എല്ലാം നമ്മൾ ആസ്വദിക്കുക. അപ്പോഴേ നമുക്ക് തലച്ചോറിനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സുഖം തോന്നും. അല്ല അടച്ചിങ്ങനെ വീട്ടിൽ അടച്ചിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. പുറത്തിറങ്ങി നടക്കുക, പക്ഷികളെ, അരുമ പക്ഷികളെ വളർത്തുക, പൂച്ച പട്ടി ഇവയായിട്ടുള്ള ഒരു സ്നേഹബന്ധം, ഇതെല്ലാം നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഘടകമാണ്. ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ബിയർ അടിച്ചു കയറ്റിക്കൊണ്ടും മൂക്കുപൊടി വലിച്ചു കയറ്റിക്കൊണ്ടും പുക വലിച്ചതുകൊണ്ടും ഒരു നേട്ടം ഉണ്ടാവില്ല. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് താങ്ങാനുള്ള ശക്തി നമ്മുടെ ഹൃദയത്തിനോ കരളിനോ വൃക്കയ്ക്കോ കുടലിനോ ഇതെല്ലാം അശുദ്ധമാക്കുന്ന ഒരു സംഗതി ഉണ്ടാവും. അപ്പൊ നല്ല ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക, നല്ല ശുദ്ധവായു ശ്വസിക്കുക, നല്ല പഴവർഗ്ഗങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക, ലഹരിയും അങ്ങനെയുള്ള കെമിക്കൽസ് എല്ലാം ഉപേക്ഷിക്കുക. ഈ ഒറ്റ വഴിയേ ഉള്ളൂ നമുക്ക് കുറച്ചു കാലം ജീവിക്കാൻ പറ്റുന്നത്. ഞാൻ അതുകൊണ്ടാണ് അകത്തിരിക്കാതെ ഈ വെളിയിൽ ഈ വാഴയുടെ മൂട്ടിൽ വന്നിരിക്കാൻ കാരണം. നല്ല കാറ്റ് കിട്ടും, നല്ല നല്ല ശുദ്ധവായു ശ്വസിക്കാം, ഒരു പേടി ഉണ്ടാവില്ല. നമ്മൾ പുറത്തു വരണം, വീട്ടിൽ അടഞ്ഞിരിക്കാൻ പാടില്ല. ജനൽ വാതിലും പൂട്ടി ഇങ്ങനെ പേടിച്ചിങ്ങനെ പൂട്ടിയിരുന്നാൽ പോരാ. നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ നിൽക്കണം. നല്ല ധൈര്യത്തോട്ട് നമ്മൾ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവുക, അല്ലെങ്കിൽ കളിക്കാൻ പോവുക, ഓടുക, ചാടുക, ഇതെല്ലാം ചെയ്താലേ നമുക്ക് കൂടുതൽ ഓക്സിജൻ നമ്മുടെ തലയിൽ ചെല്ലും. അപ്പോഴേ നമുക്ക് ഈ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുള്ളൂ. പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ നേരം ക്ഷീണമില്ലാതെ പഠിക്കാൻ പറ്റും. ഈ ക്ഷീണം തോന്നുന്ന പ്രധാന കാരണം തലച്ചോറിലോട്ട് ഓക്സിജൻ ചെല്ലാത്തതാണ് പ്രശ്നം.
നിങ്ങൾ നടക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ ഓടിയിട്ട് വന്നിരുന്നോ, എന്ത് സുഖമായിരിക്കും. ഒരു ടെൻഷനും ഇല്ലാതെ ഇപ്പൊ ജോഗിങ് നടത്തിയിട്ട് വന്നിട്ട് പത്രം വായിക്കുകയാണെങ്കിൽ എല്ലാം തലയിൽ കയറും. എന്തുകൊണ്ടാ? അത്രയും ഓക്സിജൻ നിങ്ങൾ തലയിൽ കയറി കംപ്ലീറ്റ് എനർജൈസ്ഡ് ആണ്. അതേസമയം അങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിരിക്കില്ല. അതായത് രാവിലെ പഠിക്കുക. ബ്രാഹ്മ മുഹൂർത്തത്തിൽ 3 മണിയും 5:30ക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് പഠിക്കാൻ പറയുന്ന കാര്യം എന്താണ്? രാവിലെ നല്ല ശുദ്ധമായി ശ്വസിക്കാൻ പറ്റും, ഒരു ശബ്ദ ശല്യമില്ല, ആരും ശല്യമില്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ തലച്ചോറിന് സ്വീകരിക്കാനുള്ള ശക്തി ഉണ്ടാവും. ആ സമയത്ത് കണ്ണുകൾക്ക് ശക്തി ഉണ്ടാവും. വെള്ളം അടിക്കുന്ന ആളുടെ കണ്ണു പോലെയല്ല, ശക്തിയില്ലാത്ത ഇങ്ങനെ കൈയും കാലും ഇങ്ങനെ കിടക്കുന്ന പോലെയല്ല. കണ്ണുകൾക്കൊരു ശക്തിയുണ്ട്. അല്ല വെള്ളം അടിച്ച് ബീഡിയും വലിച്ച് കഞ്ചാവും മൂക്കപ്പൊടിയും വലിച്ച് മണ്ടയിൽ കയറ്റിയിട്ട് കണ്ണ് കണ്ടുകൂടാതെ കാലിങ്ങനെ ആടി ആടി പോകുന്ന പോലെയല്ല. അപ്പൊ ഇതിന്നൊക്കെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറുതെ പറയുന്നതല്ല. എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാശ് കൊടുത്ത് വിഷം വാങ്ങിച്ച് കഴിച്ച് രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപാനം ഹാനികരമാണ്. എന്നിട്ട് എന്തുകൊണ്ട് അത് വാങ്ങിച്ച് ഉപയോഗിക്കും? വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലെയാണ്. വായിക്കാൻ അറിയാമല്ലോ, പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലെ അത് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട്, അപ്പൊ നമ്മളെ പൊട്ടന്മാരൊക്കെ അല്ലേ അവര്. സ്റ്റിക്കർ, വെണ്ടയ്ക്ക അക്ഷരത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട വിഷം കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അടിച്ച് ചാവേണ്ട കാര്യമുണ്ടോ? ബുദ്ധിയുള്ള ഒരാളങ്ങനെ ചെയ്യോ? ഈ വിഷം വാങ്ങിച്ച് കഴിച്ച് ചാവേണ്ട കാര്യമുണ്ടോ? അല്ലാതെ ചാവുമ്പോൾ ചത്താ പോരെ. എന്തിനാ ഈ വിഷം വാങ്ങിച്ചിട്ട് നേരത്തെ ചാവാൻ നോക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല ആഹാരവും നല്ല ശുദ്ധവായുവും വെള്ളം ശരി കുടിക്കുക, വ്യായാമം ചെയ്യുക, നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ഉന്മേഷപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ കയറ്റിവിട്ടാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതേപോലെ ബോധക്കേടും ഇതുപോലെ ഓർമ്മക്കുറവും കാഴ്ചശക്തി ഇല്ലാതെയും അങ്ങനെ ഇങ്ങനെ പലതും മാറും. ഞരമ്പുകൾക്ക് ക്ഷയം സംഭവിക്കുകയും അത് പിന്നെ വേറെ പല കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ശരി, ഇപ്പൊ രാത്രിയാവാൻ പോവാണ്. ക്യാമറയിൽ വെട്ടമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ മതിയാക്കാൻ പോവാണ്. ഇനി വേറെ ഇതുപോലെ ഒരു ഒരു കാര്യമായിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യും.